അന്വേഷണ സംഘത്തിന് മുന്നിൽ ഇതിൽ പരം ഒരു തെളിവ് എന്താണ് വേണ്ടത് എന്ന ചോദ്യം ഉയർത്താവുന്ന തരത്തിലല്ലേ അതിന്റെ ഉള്ളടക്കം? അങ്ങനെ തന്നെയാണ്. അതായത് ഈ കത്താണ് പ്രധാനപ്പെട്ട ഒരു തെളിവ്. അതായത് നമ്മൾ പുറത്തുവിട്ട പല തെളിവുകളിൽ ഒരു പ്രധാനപ്പെട്ട തെളിവായി ഈ കത്ത് മാറുകയാണ് എന്നുള്ളതാണ്. ഈ കത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഈ പോസ്റ്റിലേക്ക് നിയമിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ താല്പര്യപ്പെടുന്നു എന്നുള്ളതാണ്. പോസ്റ്റിൽ എഴുതിയ ഈ കത്തിൽ എഴുതിയ കാര്യങ്ങൾ വളരെ കൃത്യമാണ്. അതനുസരിച്ച് ആ ജോലി ഇപ്പോൾ ആ സ്ത്രീ അവിടെ ജോലി ചെയ്യുന്നുമുണ്ട് എന്നുള്ളതാണ് നമുക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. 2021 ഉള്ള ഒരു പോസ്റ്റാണ്, 2021 കത്താണിത്. അതിനുശേഷം അവർക്ക് അവിടെ നിയമനം കിട്ടുന്നു, ജിജേഷിന് പിരിച്ചുവിടുന്നു, ശേഷം ഇവർക്ക് നിയമനം കിട്ടുന്നു, ഇവരവിടെ ഇപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏതായാലും ഈ കാര്യങ്ങളൊക്കെയും വിരൽ ചൂണ്ടുന്നത് ശക്തമായ തെളിവുകൾ IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ വന്നുകൊണ്ടിരിക്കുമ്പോഴും നേതൃത്വം മൗനം പാലിക്കുന്നു എന്നുള്ളതാണ്. മാത്രവുമല്ല IC ബാലകൃഷ്ണൻ എന്തുകൊണ്ടാണ് മൗനം എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. സാനിയോ, നമുക്കൊപ്പം സിനോജ് തോമസ് കൂടിയുണ്ട്. സിനോജ് തോമസ്, 3 പേരും ഒളിവിലാണ്. ആ ഒളിവിൽ നിന്ന് പുറത്തേക്ക് വരിക, ജാമ്യം നേടിയ ആ ഒരു ഉത്തരവ് വരുന്നതോടുകൂടി ആയിരിക്കുമെന്ന് നമുക്ക് സ്വാഭാവികമായും പ്രതീക്ഷിക്കാം. കാരണം അറസ്റ്റ് തടഞ്ഞുകൊണ്ടുള്ള കോടതി ഉത്തരവ് ഇപ്പോൾ അനുകൂലമായി അവരുടെ മുന്നിലുണ്ട്. പക്ഷേ MLA-യുടെ വാദം ചീട്ടുകൊട്ടാരം പോലെ താഴെ പോവുകയാണ്. ശുപാർശ ചെയ്തു, ആ ശുപാർശ ചെയ്ത വ്യക്തി ഇതാ ഇപ്പോഴും അവിടെ ജോലിയിൽ തുടരുന്നുണ്ട്. ആരെയാണ് ആ തൊഴിലിൽ നിന്ന് മാറ്റി നിർത്തിയത്? അയാൾ ജീവനൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അതല്ലേ ഇതിലെ ഒരു കൃത്യമായ ഒരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവരുന്നത്? സിനോജ്. സുജയ പാർവതി, ഈ വിവാദങ്ങൾ തുടങ്ങിയ ഘട്ടത്തിൽ മുതൽ 2 കൈയും മലർത്തി കാണിച്ചുകൊണ്ട് IC ബാലകൃഷ്ണൻ പറയുന്നത് താൻ നിരപരാധിയാണ്, തൻ്റെ കൈകൾ ശുക്തമാണ്, എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ശിക്ഷിക്കട്ടെ എന്നാണ് പരസ്യമായി അദ്ദേഹം ആവർത്തിക്കുന്നത്. പക്ഷെ അങ്ങനെ പറയുമ്പോഴും ഓരോ ഘട്ടത്തിലും ഓരോ ദിവസവും പുതിയ രേഖകളും തെളിവുകളുമാണ് പുറത്തു വരുന്നത്. അതായത് NM വിജയൻ എഴുതി വെച്ച, സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ച കത്താണ്, 8 പേജുള്ള കത്താണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നത്. അതിന് പിന്നാലെയാണ് KPCCയുടെ അന്വേഷണ കമ്മീഷനെ പോലും നിയമിച്ച് അവർ വയനാട്ടിലെത്തി അന്വേഷണം നടത്തി ഇത് സെറ്റിൽമെന്റ് ആക്കുന്നതിന് വേണ്ടി കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് പരസ്യ പ്രതികരണം പോലും വിലക്കിയിരിക്കുന്നത്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ 2021 ജൂലൈ മാസം 21-ാം തീയതി IC ബാലകൃഷ്ണന്റെ അന്നത്തെ DCC പ്രസിഡന്റാണ്, അദ്ദേഹത്തിന്റെ തന്നെ ലെറ്റർ പാഡിൽ വന്ന ഒരു ശുപാർശ കത്താണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് ബത്തേരി അർബൻ ബാങ്കിൽ അദ്ദേഹം നിയമനത്തിന് വേണ്ടി ഇടപെട്ടിരിക്കുന്നു എന്നാണ്. ഇതിൽ പണവുമായി ബന്ധപ്പെട്ട തെളിവുകളൊന്നും തന്നെയില്ല. പക്ഷേ അദ്ദേഹം DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് അവിടെ ജോലി നൽകണമെന്ന ഒരു ശുപാർശ കത്താണ്. സ്വാഭാവികമായിട്ടും എല്ലാ പാർട്ടികളുടെ അധ്യക്ഷന്മാർ അങ്ങനെ ചെയ്യാറുള്ളതാണ്. പക്ഷേ ഇത് വിവാദമായിരിക്കുന്ന പശ്ചാത്തലത്തിൽ അങ്ങനെ ഒരു കത്ത് നൽകി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ ദുരൂഹതയുണ്ട്. ആ ബാങ്കുമായി ബന്ധപ്പെട്ട് ഒരു കോഴ വാങ്ങി നിയമനം നടത്താനുള്ള ശ്രമങ്ങൾ നടന്നുവെന്ന് NM വിജയൻ ഉൾപ്പെടെ പറയുന്ന ഘട്ടത്തിൽ അങ്ങനെ DCC പ്രസിഡന്റായിരുന്ന IC ബാലകൃഷ്ണൻ ശുപാർശ കത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തന്നെ സംശയകരമാണ്. ആ ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകന്റെ മകൾക്ക് ജോലി നൽകണം, അതും NM വിജയന്റെ മകന് നഷ്ടമായ ജോലിയുടെ തസ്തികയിലേക്കാണ് ജോലി നൽകാനുള്ള ശുപാർശ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ആ കാലഘട്ടത്തിൽ IC ബാലകൃഷ്ണൻ സജീവമായി ഈ ബാങ്കുകളുടെ നിയമനത്തിൽ ഇടപെട്ടിരുന്നു എന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ കത്ത് എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ അന്വേഷണ സംഘത്തിന് തെളിവായി ശേഖരിക്കാം. താൻ ഒരു വിധത്തിലും ആ ബാങ്കുകളുടെ നിയമനത്തിൽ ഇടപെട്ടില്ല എന്ന് IC ബാലകൃഷ്ണൻ പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ കത്ത് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അന്വേഷണ സംഘത്തിന് അതിനെ പ്രതിരോധിക്കാനും ആ വാദത്തെ തകർക്കാനും കഴിയും. കാരണം ഈ നിയമനത്തിൽ ഇടപെട്ടു എന്നതിൻ്റെ ഒരു വ്യക്തമായ സംസാരിക്കുന്ന രേഖയാണ് അദ്ദേഹത്തിന്റെ ലെറ്റർ പാഡിൽ നൽകിയിരിക്കുന്ന ഈ കത്തെന്ന് പറയുന്നത്, ശുപാർശ കത്തെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ KPCC പ്രസിഡന്റ് അടക്കമുള്ളവർക്ക് എന്താണ് ഇതിൽ പറയാനുള്ള മറുപടി എന്നതറിയാൻ കാത്തിരിക്കുകയാണ് നമ്മൾ. ആ മറുപടികൾക്കായി നമുക്ക് കാത്തിരിക്കും.